നമ്മുടെ പ്രദീപ് രംഗനാഥൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ പടം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു എന്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. അത് ഏകദേശം വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഡ്യൂഡ് എന്ന സിനിമ വന്നിട്ടുള്ളത്. ഒപ്പം പ്രേമലു എന്ന ഹിറ്റിന് ശേഷം ഏവരും കാത്തിരുന്ന മമിതാ ബൈജു ചിത്രം കൂടെയാണ് ഡ്യൂഡ്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് എന്റർടൈനർ ആണ് പടം. കഥയിലോട്ടൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം, അതായത് ഇപ്പൊ തന്നെ കിടക്കാം. ഈ സിനിമ ഡ്യൂഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വരയ്ക്കും നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിൽ എന്റർടൈനർ തന്നെയാണ് പടം. നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസകരമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു കോമഡി എന്റർടൈനർ ആണ് ഡ്യൂഡ് എന്ന സിനിമ. സിനിമയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നായകൻ ഡ്യൂഡ് നമ്മുടെ പ്രദീപിന്റെ മാമന്റെ മകളാണ് മമിതാ ബൈജു. അങ്ങനെ ഇവര് ഒരുമിച്ചാണ് ചെറുപ്പം തൊട്ടേ ഉള്ളത്. ഇവര് ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആളുകളൊക്കെ സർപ്രൈസ് കൊടുക്കുന്ന ഒരു ടീം ഇവരുടെ ഉണ്ട്. അങ്ങനെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം മമിതാ ബൈജു നായകനെ പ്രപ്പോസ് ചെയ്യാണ്. ആദ്യം നിന്നെ എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. എന്നാൽ പിന്നീട് അവളെ മിസ് ചെയ്തതിന് ശേഷം അവൾ ആരാണ്, തനിക്ക് എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് വീണ്ടും നായകയെ പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺ സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ പടം. അപ്പൊ പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം രസകരമായി പറഞ്ഞു പോകുന്ന സിനിമയാണ്. നല്ലൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു സിനിമ. എത്ര പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു എന്റർടൈനർ ആണെങ്കിലും സ്റ്റോറി വൈസ് ഇത് കുറെ പേർക്കും ദഹിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നു, പുള്ളിക്കൊക്കെ ഇഷ്ടപ്പെട്ടി, അവൻ 2K ആടാ എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ശരിക്കും ഇതിൽ കുറെ അങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയും അവർക്ക് ചിരിക്കാൻ പറ്റുന്ന പോലെ കുറെ സീൻസ് ഒക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആസ് എ മൂവി നല്ലൊരു എന്റർടൈനർ ആണ്. കഥയിലോട്ട് വന്ന് കുറെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് പോയി കഴിഞ്ഞാൽ. നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു പോകുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് കടന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ, ഈ സിനിമ എങ്ങനെ അവസാനിപ്പിക്കുന്നുള്ള കൺഫ്യൂഷൻ ആ ഡയറക്ടർ ഉണ്ടായിരുന്നോ എന്നൊരു നമുക്കൊരു തോന്നല് നമ്മളെ കാണുന്നവരെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും ക്ലൈമാക്സ് അതിനൊക്കെ കൊണ്ട് എത്തിച്ചു എനിക്കത്. പക്ഷെ ആ സിനിമയ്ക്ക് ഇനി മറ്റൊരു ക്ലൈമാക്സ് ഞാൻ ആലോചിക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതെങ്ങനെ എൻഡ് ചെയ്യിപ്പിക്കുന്ന അവരറിയാതെ കുറച്ച് ദൂരം പതിയെ അല്ലെങ്കിൽ വട്ടം ചുറ്റി പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ കുറെ സീൻസ് ഒക്കെ ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ അതിനെ ഒരു ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി എന്നുള്ളത് പറയുന്നത് പ്രദീപ് രംഗനാഥന്റെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളിയുടെ പോലെ കുറെ മാനറിസം ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ അല്ല ഒരു അപകടത്തിൽപ്പെടുക അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക ഒരു ഇതിൽ പൊസിഷനിൽ എത്തുമല്ലോ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ആ ടെൻഷനൊക്കെ പുള്ളി വളരെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചിരി സമ്മാനിക്കും, കാരണം നമുക്ക് ഭയങ്കര കണക്റ്റാണ്. നമ്മളാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കില്ല. അപ്പോൾ സിറ്റുവേഷണൽ കോമഡീസ് ആണെങ്കിൽ സിറ്റുവേഷനിലെ എക്സ്പ്രഷൻസ് ഒക്കെ ഗംഭീരമായിട്ട് പ്രദീപ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദീപിനൊപ്പം അല്ലെങ്കിൽ കിടിലനായി ചെയ്തത് ഈ പടത്തിന് മൊത്തം ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ശരത് കുമാർ ആയിരിക്കും. ആ ക്യാരക്ടർ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധം നല്ല രസമാണ്. ഹ്യൂമർ ആയാലും പുള്ളിയുടെ പോർഷൻസ് ഒക്കെ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും. പുള്ളിയുടെ പോർഷൻസ് ഒക്കെ കിടിലിനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ശരത് കുമാർ ഇങ്ങനെയൊക്കെ ഒന്ന് പുള്ളിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇപ്പോൾ ഇതന്നെ ഈ പടത്തിൽ തന്നെ ആയിരിക്കും. അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ മമിതാ ബൈജു പ്രത്യേകിച്ച് അങ്ങനെ ഗംഭീര പെർഫോമൻസ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് ക്യാരക്ടർ ഡിസൈൻ ചെയ്ത ഒരു രീതിയാണ് ഒരു പ്രശ്നം. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രദീപ് രംഗനാഥന്റെ എക്സ്പ്രഷൻസ് കാണുമ്പോഴും നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റർടൈനർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായി തിയേറ്ററിൽ പോയി ഏകദേശം അവസാനം വരെയും ആസ്വദിച്ച് കാണാൻ പറ്റുന്നു. ലാഗ് എന്ന് പറയുന്നത് എനിക്ക് എവിടെയും ഫീൽ ചെയ്തില്ല. പിന്നെ സായി അഭയശങ്കർ പ്രത്യേകം മെൻഷൻ ചെയ്യണ്ട, പുള്ളിയുടെ പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിടിലൻ തന്നെയായിരുന്നു. സോ പിന്നെ പുള്ളിയുടെ ഒരു ഇതിനു വേണ്ടി പിന്നെ ഞാൻ പരിതാപങ്ങൾ ഫാനാണ്, അതുകൊണ്ട് ഞാൻ ഡ്രാവിഡിനെ പ്രത്യേകം എടുത്ത് നോക്കി. പുള്ളി ഇമോഷൻ സീൻസ് ഒക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ റിസപ്ഷൻ സീൻ അല്ലെങ്കിൽ ആ ഒരു സീൻ ഉണ്ട്, അത് പറഞ്ഞാൽ പിന്നെയും സ്പോയിലറായി പോകും. സോ നിങ്ങൾ തിയേറ്ററിൽ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ് നമ്മുടെ ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ ആയതുകൊണ്ട് മാത്രം ഈ സിനിമ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഉറപ്പ് തരാണ്. മറ്റൊരു നടൻ ഈ സിനിമയിലോട്ട് വരികയാണ്, ഈ സ്റ്റോറി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് മൂവിയായി പോയാൽ പുള്ളി ഉള്ളത് കൊണ്ട് മാത്രം ആ റോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. കീർത്തീശ്വരൻ നല്ലൊരു ഡയറക്ടർ തന്നെയാണ്. കുറച്ച് സ്ക്രീൻ പ്ലേയിൽ കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ഒന്നും ഒഴിവാക്കിയിട്ട് അടുത്ത പ്രശ്നം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാക്കിയാൽ എന്നുള്ള അഭിപ്രായമുണ്ട്. ഡ്യൂഡ് അപ്പോൾ നിങ്ങളുടെ തിയേറ്ററിലുണ്ട്, പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം